കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ പ്രവർത്തന സജ്ജരാകാൻ KCBC ഹെൽത്ത് കമ്മീഷനും കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകവും ആഹ്വാനം ചെയ്തു. വൈറസ് രോഗബാധയ്ക്കെതിരെ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് പ്രശസ്ത വചനപ്രഘോഷകൻ ഫാദർ സേവ്യർ കൻവട്ടായിൽ. ലോകത്തെ 5 രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതും മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതുമായ കൊറോണ വൈറസ് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് KCBC ഹെൽത്ത് കമ്മീഷന്റെ ആഹ്വാനം. സംസ്ഥാന ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മുൻകരുതലുകളോടും പ്രതിരോധ പ്രവർത്തനങ്ങളോടും പൂർണ്ണമായി സഹകരിക്കാൻ എല്ലാ കത്തോലിക്ക ആതുരാലയങ്ങളോടും KCBC ഹെൽത്ത് കമ്മീഷൻ നിർദ്ദേശിച്ചു. പാലാരിവട്ടം POCയിൽ ചേർന്ന KCBC ഹെൽത്ത് കമ്മീഷന്റെയും കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റെയും ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് നടപടിക്രമങ്ങളെക്കുറിച്ച് വിലയിരുത്തിയത്. പ്രളയത്തിനു ശേഷമുള്ള കേരളത്തിന്റെ പുനർനിർമ്മാണത്തിലും ജനങ്ങളുടെ പുനരധിവാസത്തിലും നിപ്പ വൈറസ് പകർച്ചവ്യാധിക്കെതിരെയും സഭയും സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചതുപോലെ കൊറോണ വൈറസ് രോഗത്തിന്റെ ഭയത്തിൽ കഴിയുന്നവരുടെ ഭയം അകറ്റുന്നതിനും അവരുടെ സുരക്ഷയ്ക്കും എല്ലാ കത്തോലിക്ക ആതുരാലയങ്ങളും ആതുര ശുശ്രൂഷകരും പ്രവർത്തന സജ്ജരായിരിക്കണമെന്ന് യോഗം ഓർമ്മിപ്പിച്ചു. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ പ്രത്യേക പ്രാർത്ഥന നടത്താൻ പ്രശസ്ത ധ്യാനഗുരുവായ ഫാദർ സേവ്യർ കൻവട്ടായിൽ അഭ്യർത്ഥിച്ചു. നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ചൈന, അതുപോലെ മറ്റ് പല ലോകരാജ്യങ്ങളിലും കൊറോണ വൈറസ് ബാധ വഴി വളരെ വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധിയാണ്. നമ്മുടെ ലോകരാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെയും വിഷയമാണ്. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സഹോദരങ്ങൾക്ക് വേണ്ടി കൈകൾ കോർക്കണം. നമുക്ക് ഈ ദിവസങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് ആത്മീയമായി ആത്മാവിന്റെ ഐക്യത്തിൽ നമുക്ക് ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഉപവാസം, ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം എടുത്ത് ലോകത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഭീകര വിപത്ത് നീങ്ങിപ്പോകാൻ വേണ്ടി, ഈ വൈറസ് ബാധ വഴിയുള്ള അനർത്ഥങ്ങൾ നീങ്ങിപ്പോയി സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങളോട് ആശങ്കാകുലരാകേണ്ടെന്നും രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടണമെന്നും കേരള ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. ഇന്ത്യയിൽ ഇതാദ്യമായാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി, തിരുവനന്തപുരം. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.